വെൽക്കം ബാക്ക് ടു ലു ആൻഡ് മീ. എൻ്റെ പേര് അപർണ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് നമ്മുടെ തംബ്നെയിൽ ആവട്ടെ അല്ലെങ്കിൽ ഇൻട്രോ വീഡിയോ ആവട്ടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യമെന്ന്. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ശരിയായി കോംബ് ചെയ്യേണ്ടത്, അഥവാ ചീപ്പ് എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത്, പിന്നെ മുടിയിൽ ജട കളയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് ശരിയായിട്ട് മുടിയിൽ ജട കളയേണ്ടതെന്ന്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ തോന്നും ഇതൊക്കെ ഒരു കാര്യമായിട്ട് പറയാനുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് വരെ ഞാൻ അത്ര കാര്യമായിട്ടൊന്നും ചെയ്യാതെ കോംബ് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ചീവി കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ വളരെ ദോഷകരമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുടി ഫസ്റ്റ് പറയുകയാണെങ്കിൽ നന്നായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല മുടി കൊഴിച്ചിൽ, നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പിന്നെ നിങ്ങളിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, ചേച്ചി ഞാൻ മുടി ചീവി കഴിയുമ്പോൾ അല്ലെങ്കിൽ കോംബ് യൂസ് ചെയ്യുമ്പോൾ ജട കളയുമ്പോൾ ഒക്കെ കയ്യിൽ ഒരു കെട്ട് മുടി പോരുന്നുണ്ട് എന്ന്, അതിനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു. അത് എല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന ഈ രീതി അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര മുടി കൊഴിച്ചിലുള്ള ആളുകളാണെങ്കിലും, അതായത് മുടിയിൽ ജട കളയുമ്പോൾ ഒരു മുടി പോലും പൊട്ടിപ്പോവാതെ കൊഴിഞ്ഞു പോവാതെ എങ്ങനെയാണ് ശരിയായിട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ള ആളുകളാവട്ടെ അല്ലെങ്കിൽ മുടിക്കായുള്ള ആളുകളാവട്ടെ, നിങ്ങൾ തെറ്റായ രീതി യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഇൻക്രീസ് ആവും. പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലേക്ക് മാറും. കാര്യം ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്. ഞാൻ രണ്ട് കാര്യം ഫേസ് ചെയ്തതാണ്. നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മുടിക്കായ ആണെങ്കിലും രണ്ട് കാര്യം ഒരേ സമയത്ത് ഫേസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എനിക്ക് 100% വർക്കായ കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഞാൻ പറഞ്ഞ മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സജ്ജീകരണങ്ങളോ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരുപക്ഷെ നമ്മളെ അറിയാതെ പോകുന്ന തെറ്റുകളാണ് വലിയ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത്, അല്ലേ? അത് എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ശരിയായ മെത്തേഡാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഒട്ടും ലാഗ് ചെയ്യിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കാം, അല്ലേ? ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് തരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഹാക്സ് ആണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. നമ്പർ 1 പറയാനുള്ളത്, ആദ്യം നമ്മുടെ ഹെയർ, ഒരുപക്ഷെ നമ്മുടെ ലോങ് ഹെയർ ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ ആയിരിക്കും. ഈ രണ്ട് കേസും പറയുന്നുണ്ട്. ലോങ് ഹെയർ ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇവിടെ തൊട്ടേ നിങ്ങൾ ജട കളയരുത്. സ്റ്റാർട്ടിങ് തൊട്ട് ഒരിക്കലും ജട കളയരുത്. നമ്മൾ മുടി രണ്ട് പോർഷൻ, അതൊക്കെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇട്ടിട്ട് നമ്മൾ മുടിയുടെ തറ്റത്താണ് ആദ്യം ജട കളയേണ്ടത്, എന്നിട്ട് സെൻറ്റർ പോർഷൻ, എന്നിട്ട് മുകളിലെ പോർഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മുടി പോലും കൊഴിയാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇനി ഷോർട്ട് ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ പല്ലരികൾ, ഞാൻ എപ്പോഴും പറയാണ്ട് പല്ലും അരികളുടെ ചീപ്പ് യൂസ് ചെയ്യരുതെന്ന്. അതുപോലെ തന്നെ ഒരിക്കലും യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് ചീവി കൊടുക്കാം. അതിനുശേഷം മുടിയുടെ എൻഡിൽ ചീവി കൊടുക്കുക, എന്നിട്ട് സെൻറ്റർ പോർഷൻ ചീവി കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കണ്ടറിയാൻ പറ്റും. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ അതിൻ്റെ മെത്തേഡിലേക്ക് കടക്കാം. ഇനിയപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഡെമോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നമുക്ക് ആവശ്യമായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നോട്ടെ. ആദ്യം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഇവിടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ആ സംഭവങ്ങൾ എടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പാണ്. ഞാൻ ആദ്യം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ പല്ല് ഇടവിട്ടിട്ടുള്ള കോമ്പാണ്. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഇതാണ് നമ്മുടെ താരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റിയ കാര്യം. ഇത് ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഹെയർ ഫോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കണ്ടോ, ഞാൻ എൻ്റെ മുടിയിലെ ജടയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുടിയിലെ ജട കളയാതെ വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ കണ്ടോ, നല്ല രീതിയിൽ എൻ്റെ മുടിയിൽ ജടയുണ്ട്. ഞാൻ ഇന്നലെ മുടി കോംബ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനുള്ളത് കൊണ്ട് തന്നെ കാണിച്ചു തരുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് മെത്തേഡ് തന്നെ കാണിച്ചു തരണമല്ലോ. അതുകൊണ്ട് ഞാൻ കോംബ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മുടി നന്നായിട്ട് തന്നെ ഫ്രിസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു കോംബ് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹെയർ സിറം.
ഏതെങ്കിലും ഹെയർ സീറം മതി. നിങ്ങൾ ഏത് ഹെയർ സീറം ആണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മാമാ എർത്തിന്റെ ഒനിയൻ ഹെയർ സീറം ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെയർ സീറം ഇല്ലാത്ത ആളുകൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം, അതായത് സ്റ്റാർട്ടിംഗ് ഒന്നും ഇങ്ങനെ ഹെയർ സീറം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. ഇതിൽ രണ്ടിലും ഏതെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഹെയർ സീറം അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ. ഹെയർ സീറം യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ബെനിഫിറ്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഓയിലി ഹെയർ ഉള്ളവർക്ക് വരെ നമുക്ക് സിറം യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ ഒട്ടും ഓയിലി ആക്കി വെക്കില്ല. ഒരു പക്ഷേ ഓയിലി ഹെയർ ഉള്ളവർ നമ്മുടെ നോർമൽ ഹെയർ ഓയിലിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒന്നുകൂടെ ഓയിലാക്കും. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ഇതാണ്. നിങ്ങൾ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എത്ര ഓയിലി ഹെയർ ആണെങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്താൽ ഒരു പ്രശ്നം സംഭവിക്കില്ല. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോംബോ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഹെയർ സിറം ഇവിടെ റെഡിയാണ്. പിന്നെ നമുക്ക് ഒരാളെ കൂടെ ആവശ്യമുണ്ട്. നമ്മുടെ പല്ല് അരികം ഇല്ലാത്ത ചീപ്പാണ്. ഇതുകൂടെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നൈസായിട്ടുള്ള ചീപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് എന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതങ്ങനെ യൂസ് ചെയ്യരുതെന്ന്. പക്ഷെ ഇതിനും ഒരു നല്ല റിസൾട്ട് തരാൻ പറ്റും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാവേ. ഇനി ഞാൻ പറഞ്ഞതുപോലെ മുടിയെല്ലാം നല്ല വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ശരിയാക്കി എടുക്കണം, നല്ല സോഫ്റ്റ് ആക്കി മാറ്റണം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിങ്ങൾ ലോങ് ഹെയർ ആണെങ്കിലും ഷോർട്ട് ഹെയർ ആണെങ്കിലും ഒരുപോലെ ഫോളോ ചെയ്താൽ മതി. ആദ്യം മുടിയെല്ലാം നമ്മൾ അതായത് കെട്ട് അഴിച്ചിടുക. നന്നായിട്ട് അഴിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഡയറക്റ്റ് ഒരിക്കലും ഇങ്ങനെ നമ്മൾ ജട തീർക്കാൻ പാടില്ല. കോംബ് ചെയ്യുകയാണെങ്കിലും ജട തീർക്കുകയാണെങ്കിലും ആദ്യം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മുടിയെല്ലാം നന്നായിട്ട് ഫ്രണ്ടിലോട്ട് ഇടാം. എത്ര കുറവുള്ള ഹെയർ ആണെങ്കിലും അല്ലെങ്കിൽ എത്ര ലെങ്തി ഹെയർ ആണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ മുടി ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മുടി ഫ്രണ്ടിലോട്ട് ഇടാൻ പോവാണ്. മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ജട ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. നന്നായിട്ട് ജട പിടിച്ചിരിക്കുകയെന്ന് തന്നെ പറയാം. ഒരു ദിവസം കോംബ് ചെയ്യാത്തപ്പോൾ അവസ്ഥ ഇതാണ്. ആദ്യം ഞാൻ മുടിയെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ ഇവിടെ ഹെയർ സീറാണ് യൂസ് ചെയ്യുന്നത്. വെറും 2 പമ്പ് മാത്രം മതി. 1 2 2 പമ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടി എല്ലാം ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഹെയർ മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡീടാംഗ്ലിംഗ് ചെയ്യരുത്. ഒന്ന് വെറുതെ എല്ലാ പോർഷനും ആവുന്ന രീതിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഒരിക്കലും സ്കാൽപ്പിൽ ആവരുത്. നമ്മുടെ ഹെയർ ലെങ്ത്തിന് മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി മുടിയുടെ സെൻറ്റർ പോർഷൻ എടുക്കുക. ഇങ്ങനെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് മുടി 2 പോർഷൻ ആക്കിയിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ 2 പോർഷൻ ആക്കിയിട്ട് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക, പിന്നെ അടുത്ത പോർഷനിലേക്ക് പോയാൽ മതി. ആദ്യം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരൊറ്റ പമ്പ് എടുത്താൽ മതി. ഇത് മതി. ഞാൻ ആദ്യം ഈ പോർഷനാണ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം വളരെ കുറച്ച് പോർഷൻ മുടിയെടുക്കുക. ഇതാ, നമ്മൾ കുറച്ച് പോർഷൻ മുടി എടുത്തിട്ടാണ് ഇനി ഡീടാംഗ്ലിംഗ് ചെയ്യാൻ പോകുന്നത്. മുടിയുടെ എൻഡ് പോർഷൻ ഒന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ മുടിയുടെ എൻഡ് പോർഷൻ എടുത്തിട്ട് ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു കോംബോ ആവശ്യമായിട്ടുള്ളത്. എൻഡ് പോർഷൻ എടുത്തിട്ട് മുടിയുടെ തറ്റം ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചീവി കൊടുക്കുക.
അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ പോർഷൻ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കൈ വെച്ച്, അതായത് ഈ ഒരു 4 ഫിംഗേഴ്സ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മുടി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ തറ്റത്തെ ജട കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് ജട ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മുടിയുടെ തറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുന്നുമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയുള്ള പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മുടെ ചീപ്പ് എടുത്തിട്ട് നിങ്ങളൊന്ന് അപ്പോൾ കണ്ടോ, ഇത്ര ഈസിയാണ് നമ്മുടെ മുടിയുടെ ഒരു പോർഷൻ, അതായത് ഒരു ചെറിയൊരു പോർഷനിലെ ജട കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മുടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് വീണ്ടും നന്നായിട്ട് ജട കെട്ടും. അതുകൊണ്ട് ഞാൻ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ അടുത്തൊരു പോർഷൻ എടുക്കാൻ പോവാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. അപ്പോഴേ മറ്റുള്ളവർക്കിത് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട്, ഒരാൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പോഴാണല്ലോ നമുക്കത് ചെയ്ത് നോക്കാൻ ഇഷ്ടം ഉണ്ടാവുക, കൂടുതൽ താല്പര്യം ഉണ്ടാവുക, അതുകൊണ്ടാവുക. അതുകൊണ്ട് ഒന്ന് നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെയാണ്. കണ്ടോ, ഇത്ര ഈസി ആയിട്ട് ഞാനിപ്പോൾ 2 സെക്ഷനിലെ, അതായത് 2 ചെറിയ സെക്ഷനിലെ ജട കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഞാൻ പൂർണ്ണമായിട്ടും ജട കളഞ്ഞ് വെച്ച മുടിയാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കോമ്പ് വെച്ചിട്ട് ഈ 2 മുടി, അതായത് ഞാൻ നേരത്തെ കെട്ടി വെച്ച മുടിയും ഈ ഒരു മുടിയുടെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് ജട കളഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ക്ലച്ചസ് എടുത്തിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ഇനി അതുപോലെ ഞാൻ അടുത്തൊരു പോർഷൻ എടുക്കാൻ പോവാണ്. നന്നായിട്ട് ജട കെട്ടിയിട്ട് ഓക്കെ എടുത്തിട്ടുണ്ട്. എപ്പോഴും പറഞ്ഞതുപോലെ ഇതിൻ്റെ തറ്റം എടുത്തിട്ട് കൈ വെച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കോമ്പ് യൂസ് ചെയ്യുക. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കുറച്ച് ബിസി ആയിപ്പോയി 2 ദിവസമായിട്ട്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരുപക്ഷെ ഈ ഒരു സ്കാൽപ്പ് തൊട്ടേയാണ് നമ്മൾ ഹെയർ, അതായത് ഹെയറിൻ്റെ ഡീടാങ്കിങ് ചെയ്യുന്നതെങ്കിൽ മുടി നന്നായിട്ട്, അതായത് റൂട്ട് തൊട്ടിട്ട് തന്നെ നന്നായിട്ട് പൊട്ടിപ്പോകും. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ളൊരു കോമ്പാണെങ്കിൽ വേറൊരു യൂസ് കൂടെ ഉണ്ട്. കാര്യം ഇതിൻ്റെ വാല് കണ്ടോ, ഈ വാല് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു പരിധി വരെ മുടിയിലെ ജട കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ ഈ ഒരു സൈഡിലെ മുഴുവനായിട്ടൊന്ന് ജട കളഞ്ഞോട്ടെ. സെയിം മെത്തേഡ് തന്നെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ ചെയ്തെടുത്തോട്ടെ. നമ്മുടെ ഈ പോർഷനിലെ ജട നന്നായിട്ട് കളഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. വെറും ഒരു 2-3 മിനിറ്റ് മാത്രം മതി ചെയ്തെടുക്കാം. അതിൽ കൂടുതലൊന്നും വേണ്ട. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സമയം എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ തന്നെ കണ്ടോളൂ, വളരെ കണ്ടാവും സ്മൂത്തായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി അതുപോലെ ഞാൻ ഈ ഒരു സൈഡിലൂടെ ജട കളയാൻ പോവാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതായത് ഫൈനൽ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടല്ലോ, ലൈവായിട്ട് നിങ്ങൾ എന്നെ കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി ആദ്യം എങ്ങനെയായിരുന്നു എന്ന്. ഇനി നമ്മൾ ഇത് ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ട് എന്താണെന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടോളൂ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു മുടി പോലും കൊഴിയില്ല. ഞാൻ എടുത്ത് പറയുകയാണ്. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ നിങ്ങളിവിടെ ആവർത്തിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് തെറ്റാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതുകൂടെ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാവേ. ബൈ ബൈ.